കോഴിക്കോട് കോൺഗ്രസിന് തിരിച്ചടിയായത് VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവും ഒടുവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ VM വിനുവിന്റെ ഹർജി തള്ളിയതുമൊക്കെയാണ്. VM വിനുവിന് വോട്ടില്ല എന്ന് ഉറപ്പായതോടെ പകരം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. താരപരിവേഷമുള്ള വ്യക്തിയെ തന്നെ കൊണ്ടുവന്ന് തിരിച്ചടി പരിഹരിക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി അല്ലെങ്കിലും കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിൽ VM വിനു സജീവമായി തന്നെ പങ്കെടുക്കുകയും ചെയ്യും. ഷബീർ ഉമറുണ്ട് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകാനായി. ഷബീർ, എന്തായാലും VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടും തിരിച്ചടിയും ഉണ്ടായ അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പകരം അതുപോലെ തന്നെ താരപരിവേഷമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് മറികടക്കാനുള്ള ശ്രമങ്ങളാണ്. പക്ഷെ ഇതുവരെ ഒരു ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കൂടിയാകുമ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനമുണ്ടായേക്കും. ഇപ്പോൾ ഏതൊക്കെ പേരിലേക്ക് എത്തി നിൽക്കുന്നു കോൺഗ്രസ് നേതൃത്വം? ആദ്യം തന്നെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം കല്ലായി ഡിവിഷനിൽ VM വിനു മത്സരിക്കേണ്ടിയിരുന്ന ഡിവിഷനിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പേര് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പന്നിയങ്കര കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ബൈജു കാളക്കണ്ടി പ്രാദേശിക നേതാവിന് ഈ കല്ലായി ഡിവിഷനിൽ ഇറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ VM വിനു താരപരിവേഷമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. ആ നിലയ്ക്ക് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും, കോർപ്പറേഷൻ ഇത്തവണ പിടിക്കുമെന്നെല്ലാം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വോട്ടില്ലാത്തതിനാൽ, അത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തതിനാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയുണ്ട്. ഇതെല്ലാം തന്നെ കഴിഞ്ഞതാണ്. എന്നാലും അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിന് നേരിട്ടു. അപ്പോൾ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാനത്തൊട്ടാകെ വലിയ തരത്തിലുള്ള ചർച്ചയായി. വോട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അത് അശ്രദ്ധയാണ്, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ പോരായ്മയാണ് എന്നതടക്കമുള്ള വിമർശനം ഉയരുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പൊതുമുഖത്തെ അല്ലെങ്കിൽ ഒരു പ്രമുഖനെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ നേരിട്ട ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ തിരിച്ചടി പരിഹരിക്കാനായിരുന്നു കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. ആ നിലയ്ക്ക് കഴിഞ്ഞ ദിവസം തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ പലരുമായും കോൺഗ്രസ് നേതൃത്വം DCC നേതൃത്വം നടത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ പ്രാദേശിക നേതാവിനെ, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ കല്ലായി ഡിവിഷനിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ ഇറക്കാനാണ് ആലോചിക്കുന്നത്. ബൈജു കാളക്കണ്ടിയാണ് സ്ഥാനാർത്ഥിയാവുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിനിടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിലവിലെ കൗൺസിലറായിട്ടുള്ള MC സുധാമണിയെ തന്നെ മത്സരിപ്പിക്കാം എന്നും കോൺഗ്രസ് ആലോചിച്ചിരുന്നു. കാരണം അവർ കഴിഞ്ഞ 3 തവണ കല്ലായി ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നയാളാണ്. ആ ഡിവിഷൻ LDF നിന്ന് പിടിച്ചെടുത്തയാളാണ്, വലിയ ജനസമ്മതിയുള്ള ആളാണ്. അപ്പം തന്നെ നേരത്തെ കൗൺസിലറായി പരിചയമുള്ള ആളുകൂടി. ആ നിലയ്ക്കുള്ള പരിഗണന നൽകി അവരെ തന്നെ മത്സരിപ്പിക്കാമെന്നും കോൺഗ്രസ് ആലോചിച്ചിരുന്നു. പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഇത്തവണ മത്സരിക്കില്ല എന്ന് MC സുധാമണി നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അപ്പോൾ അങ്ങനെയാണ് അവരുടെ അവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ചെറിയ തടസ്സം നേരിട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബൈജു കാളക്കണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് ധാരണ. അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും. എന്നാലും അന്തിമമായി പ്രഖ്യാപനത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ, ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രമുഖ സ്ഥാനാർത്ഥി ഇറക്കാൻ കഴിയുമോ എന്നതും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. എന്നാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ജിൽസി.